ഹലോ ഗൈസ്, നമസ്കാരം. എക്സ്പ്ലോറേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് എയർപോർട്ട് റൺവേൻ്റെ അടുത്താണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അതിന് പറ്റിയൊരു വ്യൂ പോയിന്റിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ ബാക്കിൽ കാണുന്ന സ്ഥലമാണ് റൺവേ. ഇവിടെ അല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റ് വീണത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ വിഷ്വൽസൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഫ്ലൈറ്റ് വരുന്നതൊക്കെ നമുക്ക് കാണാം. ഈ സ്ഥലമുള്ളത് EMI കോളേജിൻ്റെ തൊട്ടടുത്താണ്. EMI കോളേജ് അറിയുമായിരിക്കും. അപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് EMI കോളേജിൻ്റെ അങ്ങോട്ട് വരുന്ന റോഡിൽ കോളേജ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. അവിടെയാണ് ഇത്. ആ റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. വളരെ അടുത്താണ്. ഇത് ജസ്റ്റ് വന്നിട്ട് ഫാമിലിക്കൊക്കെ വന്നിട്ട് നിൽക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. ഞാൻ ജസ്റ്റ് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ EMI കോളേജിൻ്റെ ഒരു സൈഡും കൂടി. ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന എയർപോർട്ടിൻ്റെ വ്യൂ. റൺവേ ഒക്കെ വളരെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഫ്ലൈറ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ വിമാനം ബാക്കോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. ചിലപ്പോൾ ഇപ്പം തന്നെ എടുത്തു പോകാനാവും. ആ ചെറിയ ഫ്ലൈറ്റ് റൺവേയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ നിന്നിട്ടാണ് ഫ്ലൈറ്റ് ഓടി പോവുക. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ അധികം പറന്നുയരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് വളരെ ചെറിയൊരു ഫ്ലൈറ്റാണ്. ഇത് ഹൈദരാബാദിലേക്ക് പോകുന്ന ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആവാനാണ് സാധ്യത. വളരെ കുറച്ച് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരു ഫ്ലൈറ്റാണിത്. കോഴിക്കോട് എയർപോർട്ടിൻ്റെ റൺവേയിലെ ഫ്ലൈറ്റ് ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. അതിപ്പോൾ വന്ന് പറന്നുയരാൻ സാധ്യതയുണ്ട്. നമുക്കത് കാണാൻ പറ്റും.
ഈ ഭാഗങ്ങളിൽ പണ്ട് എയർപോർട്ടിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുള്ള് വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട്. ഇവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് 2 ഫ്ലൈറ്റുകൾ പറന്നു വരുന്നത് കാണാൻ പറ്റി. കൊറോണ കാരണം ഫ്ലൈറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് 2-ൽ ഒതുങ്ങിപ്പോയത്. അങ്ങനെ നമ്മളിനി അടുത്ത ഒരു വ്യൂ പോയിൻ്റ് ലക്ഷ്യമാക്കി പോകണം, ചെരുപ്പടിമല. അങ്ങനെ നമ്മൾ ചെരുപ്പടിമലയിൽ എത്തിയിരിക്കുകയാണ്. റൺവേയുടെ ഈ ഭാഗത്തായിട്ടാണ് ഇതിനു മുമ്പ് ഫ്ലൈറ്റ് വീണിട്ടുള്ള സ്ഥലം. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ലാൻഡ് ചെയ്യുന്നതും നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇതിന് ചെറിയ ഫ്ലൈറ്റ് തന്നെയാണ്. ആ വിമാനം അങ്ങനെ സുരക്ഷിതമായി ഇറങ്ങിയിരിക്കുകയാണ്. തൊട്ടുപുറകെ അടുത്തൊരു വിമാനം കൂടെ വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇത് എയർ ഇന്ത്യൻ്റെ വിമാനമാണ്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. 2 ടേക്ക് ഓഫും 2 ലാൻഡിങ്ങും നമുക്ക് കാണാൻ പറ്റി, അതും ഈ കൊറോണ കാലത്ത്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി, ലൈറ്റൊക്കെ പോയി. അപ്പം ഇനി ഇങ്ങനെ അടുത്ത ലാൻഡിങ്ങിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊറോണ ആണെങ്കിലും ഇത് കാണാനൊക്കെ ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്, നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം.